Hi dears, welcome to our Hindi class. In the last class we have discussed about poem, chapter number 5, क्या कहा कठिन है काम. അപ്പോൾ ആ പോയം പഠിച്ചോടുകൂടി എല്ലാവരും മടിയൊക്കെ ഒഴിവാക്കി നല്ല ആത്മവിശ്വാസത്തോടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറയണം മടിയന്മാരാണ് നിങ്ങൾ. മടിയന്മാർക്ക് ആത്മവിശ്വാസം കിട്ടില്ല, വിജയവും കിട്ടില്ല. നമ്മളങ്ങനെ ആവരുത് ഒരിക്കലും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ കഴിഞ്ഞ ക്ലാസ്സിൽ മാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ റെസ്റ്റ്. प्रश्नों के उत्तर दें. ऑल ऑफ यू ओपन पेज नंबर 31. ओके, रेडी. प्रश्नों के उत्तर दे. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതേണ്ടതെന്ന്. ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിലെ ക്വസ്റ്റ്യൻ വേർഡ് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ വേണം ആൻസർ എഴുതാൻ. നമ്മൾ ഓൾറെഡി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാവർക്കും അതറിയുന്ന കാര്യമാണ്. എന്നാലും മറന്നുപോയത്, ഫുൾ ആൻസർ ഇല്ലാത്ത ഒരു നോട്ട്ബുക്കും എനിക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. ഞാൻ ചെക്ക് ചെയ്യില്ല, നോക്കിയേയില്ല. അപ്പോൾ മൗഖിക് ഓറൽ ക്വസ്റ്റ്യൻ. കവി के अनुसार काम को कैसा नहीं समझना चाहिए. കവി പറയുന്നത് ജോലിയെ എങ്ങനെ മനസ്സിലാക്കരുത് എന്നാണ്. എങ്ങനെ നമ്മൾ ജോലി കാണുമ്പോഴേക്കും ഇതെന്ത് ജോലി എങ്ങനെ മനസ്സിലാക്കരുത്. കവി के अनुसार काम को कठिन नहीं समझना चाहिए. എങ്ങനെ മനസ്സിലാക്കണം? കഠിൻ നെഹീം. അപ്പോൾ എങ്ങനെ കൈസാ നെഹീം, കൈസാന്ന് അവോയ്ഡ് ചെയ്തിട്ട് കഠിൻ എന്ന് എഴുതാം. ഏതാണ് സ്കിപ്പ് ചെയ്യേണ്ടത്? കഠിൻ. നെഹീം എന്നവിടെ ഒഴിവാക്കേണ്ട, അവിടെ തന്നെ ഉണ്ട് കേട്ടോ. കഠിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവി के अनुसार काम को കഠിൻ നെഹീം സമജ്നാ ചാഹിയെ. ബുദ്ധിമുട്ടാണ്, എന്താണ് ഇത്, വളരെ ഡിഫിക്കൽട്ടാണെന്ന് മനസ്സിലാക്കരുത്. അങ്ങനെ നമ്മൾ തീരുമാനിക്കരുത്. ഏത് ജോലി കിട്ടിയാലും സിമ്പിളാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. സെക്കൻഡ് വൺ. ഓക്കെ, അപ്പോൾ ആൻസർ എങ്ങനെ വരും? കവി के अनुसार काम को കഠിൻ നെഹീം സമജ്നാ ചാഹിയെ എന്ന് തന്നെ എഴുതണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ പെൻസിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻ വേർഡ് സ്കിപ്പ് ചെയ്യാനുള്ള അണ്ടർലൈൻ ചെയ്യുക. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ്? കൈസ. എന്നിട്ട് അവിടെ നേരെ എഴുതുക കഠിൻ എന്ന് എഴുതുക. സെക്കൻഡ് വൺ, കവിനെ ക്യാ തോൽനെ കോ കഹാ. കവിനെ ക്യാ, എന്തിനെ റിയലൈസ് ചെയ്യാനാണ് കവി പറഞ്ഞത് നമ്മളോട്? നമ്മളിലുള്ള ശക്തിയെ അല്ലേ. അപ്പോൾ കവിനെ ക്യാ ഒന്ന് സ്കിപ്പ് ചെയ്യുക, അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് ശക്തി, അപ്പിനെ ശക്തി, നമ്മുടെ ശക്തിയെ റിയലൈസ് ചെയ്യാനാണ് കവി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശക്തി. അപ്പോൾ എങ്ങനെ ആൻസർ വരിക? കവിനെ ശക്തി തോൽനെ കോ കഹാ ഹെ. അപ്പിനെ ശക്തി തോൽനെ കോ കഹാ ഹെ. തേർഡ് വൺ, മുഷ്കിൽ കൈസെ ഹൽ ഹോത്തി ഹെ. ഡിഫിക്കൽട്ടിനെ എങ്ങനെ നമുക്ക് സിമ്പിളാക്കാൻ പറ്റും? അപ്പം മുഷ്കിൽ, കൈസെ എന്നാണ് അവിടെ സ്കിപ്പ് ചെയ്യേണ്ടത്. അണ്ടർലൈൻ ദ ക്വസ്റ്റ്യൻ വേർഡ് കൈസെ, ദെൻ റൈറ്റ് മുഷ്കിൽ. ശ്രമസെ, ശ്രമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് വർക്ക് ചെയ്തിട്ട് ശ്രമം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളാക്കാൻ പറ്റും. അപ്പം മുഷ്കിൽ ശ്രമസെ ഹൽ ഹോത്തി ഹേ. ഓക്കെ, ഫോർത്ത് വൺ, കവി കിസ്കാ സ്വാഗത് കർനെ കോ കഹ് രഹാ ഹേ. കവി എന്തിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി പറഞ്ഞു? കിസ്ക എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യാം. കവി കഠിനായിയോं को स्वागत करने के लिए कह रहा है. അപ്പോൾ ഇത്രയാണ് മൗഖിക് ക്വസ്റ്റ്യൻസ്. എല്ലാവരും വൃത്തിക്ക് എഴുതുക. മനസ്സിലായിട്ടില്ല ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കവി के अनुसार काम को कैसा नहीं समझना चाहिए. കവി के अनुसार काम को കഠിൻ നെഹീം സമജ്നാ ചാഹിയെ എന്ന് തന്നെ എഴുതണം. സെക്കൻഡ് വൺ, കവിനെ ക്യാ തോൽനെ കോ കഹാ ഹേ. കവിനെ ശക്തി തോൽനെ കോ കഹാ ഹേ. मुश्किल कैसे हल होती है? मुश्किल श्रम से हल होती है. कवि किसका स्वागत करने को कह रहा है? कवि कठिनाइयों को स्वागत करने का कह रहा है. അപ്പോൾ ദാറ്റ്സ് ഓൾ
मौखिक. Then लिखित. लिखित written question. First, मंजिल पाने के लिए हमें क्या करना चाहिए? വിജയത്തിലെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൻസിൽ പാനെ കെ ലിയെ ഹമേം. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടത് ക്യാ കർണേ എന്നാണ്, ക്യാ കർണ എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. അണ്ടർലൈൻ ദ ക്വസ്റ്റ്യൻ വേർഡ് ക്യാ കർണ. all of you must underline क्या करना. ओके, yes, then write मंजिल पाने के लिए हमें मुश्किलों को सामना करके परिश्रम पूर्वक आगे बढ़ना. ബാക്കി ക്വസ്റ്റ്യനിൽ വീണ്ടും ചാഹിയേ. മുഷ്കിലും ബുദ്ധിമുട്ടുകളോട് സാമിന കർണ ഏറ്റുമുട്ടിയിട്ട് പരിശ്രമപൂർവക് എന്താ പരിശ്രമത്തോടു കൂടി മുന്നേറണം എന്നാണ് പറയുന്നത്. എന്തിന്? വിജയം നേടാൻ. മൻസിൽ എയിമാണ്, ലക്ഷ്യമാണ്. ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുഷ്കിലോങ്കോ സാമിനാക്കാർക്ക് ബുദ്ധിമുട്ടുകളോട് ഏറ്റുമുട്ടിയിട്ട് പരിശ്രമപൂർവക് ആകെ ബഡ്ന ചാഹിയേ. യെസ്, നെക്സ്റ്റ് सागर की गहराई तक जाने के लिए तैयार. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മോത്തി കിസെ മിൽത്തി ഹെ. മോത്തി, മുത്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താ? പവിഴം. എങ്ങനെ നമുക്ക് നേടാൻ പറ്റും? ജോ സാഗർ കി ഗഹരായി തക് ജാനെ കെ ലിയെ തയ്യാർ ഹോനേക്കോ മോത്തി. അത് ക്വസ്റ്റ്യൻ വേർഡ് ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട, ഇതുപോലെ മാത്രം എഴുതിയാൽ മതി. സെക്കൻഡ് വേർഡ് സാഗർ കി ഗഹരായി തക്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോവാൻ തയ്യാറാകുന്നവർക്ക് മോത്തി മിൽത്തി ഹേ ലഭിക്കും. സാഗർ की गहराई तक जाने के लिए तैयार होने को मोती मिलती है. थर्ड वन, कवि ने माई का लाल किसे कहा है. എന്താ? ഭാരതാമ്മയുടെ പുത്രൻ എന്ന് പറയുന്നത് കവി ആരെക്കുറിച്ചാണ്? എന്താ? കവിനെ മായി കാ ലാൽ കിസെ അണ്ടർലൈൻ ചെയ്തോളൂ ഇപ്പം തന്നെ. Now you should underline किसे, that is the question word. कवि ने माई का लाल हंसकर कठिनाइयों से आगे बढ़ने को कहा है. ചിരിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകളോട് ഏറ്റുമുട്ടുന്നവരെയാണ് ഭാരതാമ്മയുടെ യഥാർത്ഥ മക്കളായിട്ട് കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹസ്കർ कठिनाइयों से आगे बढ़ने को. ഫോർത്ത് വൺ, കവിത മേ കായർ അവർ വീർ മേ ക്യാ അന്തർ ഹേ. കവിതയിൽ കായർ ഭീരു എന്നും വീർ എന്ന് പറയുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കവിതയിൽ പറയുന്ന വ്യത്യാസം എന്താണ്? കവിതയിൽ കായർ ഭീരുവാണ്, കവാഡ് ഭീരു. കായർ കഠിനായോസെ ഡർക്കർ, അതും ഏതോ അവോയ്ഡ് ചെയ്യാമെന്നുള്ള ഇതുപോലെ അങ്ങ് എഴുതിയാൽ മതി. ഈ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ വേർഡ് ഒന്നും ചേർക്കാതെ എഴുതാനുള്ളത്. രണ്ടും 2 and 4. കായർ കഠിനായോസെ ഡർക്കർ, ഭീരുക്കൾ കവാർഡ്സ് എപ്പോഴും ഡിഫിക്കൽട്ടിനെ പേടിച്ചിട്ട് അവിടെ സ്റ്റോപ്പായി പോകുന്നു അവരുടെ ജോലി. എന്നാൽ വീരന്മാരെ അപ്പനി ഹിമ്മത്ത്, ധൈര്യം കൊണ്ട്, അവരുടെ ഹാർഡ് വർക്ക് കൊണ്ട് പർവ്വതക്കോ ചുക്കാതെത്തിയ പർവ്വതത്തെ പോലും മുട്ടുകുത്തിക്കുന്നു വീരന്മാർ. അതാണ് കായർ അവർ വീര്. ഇതാണ് കായർ, ഇത് വീര്. ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. കായർ കവാർഡ്സ് എപ്പോഴും ഡിഫിക്കൽട്ടീസിനൊക്കെ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്യും? അവരുടെ ജോലി എന്താണോ അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് അതവിടെ സ്റ്റോപ്പായി പോകും. എന്നാൽ വീരന്മാർ അപ്പനെ ഹിമ്മത്ത്, തൻ്റെ ധൈര്യവും സാമർഥ്യവും കൊണ്ട് അവരെന്ത് ചെയ്യും? പർവ്വതത്തെ പോലും മുട്ടുകുത്തിക്കും. ഇതാണ് കായർ വീരും തമ്മിലുള്ള വ്യത്യാസം. ഹാവ് ഇറ്റ് ഡൺ? Write it down fast. Have you done? Yes, next. Page number 32. 32 കവിത കണ്ടസ്തകർ കവിത പങ്ക്തിയൊക്കെ പൂരെ കരയുന്ന കവിത. നിങ്ങൾ ലേൺ ദ പോയം ആൻഡ് കംപ്ലീറ്റ് ദ ലൈൻസ്. അത് നിങ്ങൾ തന്നെ കംപ്ലീറ്റ് ചെയ്തോളാം. ടെക്സ്റ്റിൽ നോക്കിയിട്ട് വൃത്തിയായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, ശബ്ദോക്കോ വിലോം ലിഖ്യം. വിലോം ശബ്ദ മീൻസ് ഓപ്പോസിറ്റ്സ് ആണ്. ഷാൾ ഐ ക്ലീൻ ദിസ്? ഓൾ ഓഫ് യു ഡൺ? ഓക്കെ.
ഓപ്പോസിറ്റ്സ് ആണ് എന്ത്? റൈറ്റ് ദ ഓപ്പോസിറ്റ്. വിലോം ശബ്ദ ലിഖിയ എന്ന് പറഞ്ഞാൽ കഠിൻ. കഠിൻ ഓപ്പോസിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫിക്കൽട്ടിൻ്റെ ഓപ്പോസിറ്റാണ് സരൾ, സിമ്പിൾ. കഠിൻ, ഡിഫിക്കൽട്ട്, സരൾ, സിമ്പിൾ. ഭല. ഭല ഓപ്പോസിറ്റ് ഭല, ബുര. ഭല ഗുഡ്, ബുര ബാഡ്. കായർ കവാഡ്. കായർ കവാഡ്. വീർ ബ്രേവ്. വീർ ബ്രേവ്. ഹസ്ന. ഹസ്ന ചിരിക്കുക, എന്താ? ലാഫ്. രോന ക്രൈ. ലാഭ്. ലാഭ് ബെനിഫിറ്റ്. ഹാനി ലോസ്. സുഖ് ഹാപ്പിനെസ്. ദുഃഖ് സോറോ. സുഖ് ദുഃഖ്. അപ്പോൾ ഫസ്റ്റ് കഠിൻ, സിമ്പിൾ, ഡിഫിക്കൾട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സരൾ, സിമ്പിൾ. ഭല, ബുര, കായർ, വീർ, ഹസ്ന, രോന, ലാഭ്, ഹാനി, ദുഃഖ്, സുഖ്. Okay, have you done? Yes. दिए गए शब्दों से चुनकर पर्यायवाची लिखें. Choose the correct synonyms and write. First, you can read below options. पहाड़, मेहनत, नग, बेटा, मादा, जलधि, पुत्र, समुद्र, माम, പരിശ്രം. ഓക്കെ. ശ്രമ, മേഹനത്ത്, പരിശ്രം. ശ്രം എന്നുള്ളതിൻ്റെ മേഹനത്ത്, പരിശ്രം. സെക്കൻഡ് വൺ സാഗർ എന്നുള്ളതാണ്. സാഗറിന് വരുന്നത് സമുദ്ര, ജലധി. സാഗർ, സമുദ്ര. അവിടുത്തെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ജലധി, ജലധി. പർവത്, പർവത് മൗണ്ടെയിൻ. നഗ് പഹാഡ്, നഗ് പഹാഡ്, നഗ് പഹാഡ്. മായി, മായി മാതാ, മായി മാതാ, മാം. लाल पुत्र बैठा बेटा सागर ഒരെണ്ണം കൊണ്ടുണ്ടല്ലേ ശ്രമ മെഹനത്ത് പരിശ്രം എഫേർട്ട് ഹാർഡ് വർക്ക് മെഹനത്ത് പരിശ്രം സാഗർ സി സമുദ്ര പഹാഡ് സോറി സമുദ്ര ജലധി പർവത് മൗണ്ടെയിൻ നഗ് പഹാഡ് മായി മാം മാതാ മദർ മാം ലാൽ പുത്ര ബേഠ ഓക്കെ राइट इट डाउन फास्ट ओके नेक्स्ट दिए गए वाक्यों में क्रिया शब्द रेखांकित करें और लिखें अंडरलाइन द वर्ब्स इन गिवन सेंटेंसेस एंड राइट अंडरलाइन द वर्बिനെ अंडरलाइन ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് बच्चों कठिनाई से मत डरना फर्स्ट डन फॉर यू डरना डरना എന്നുള്ളതാണ് അവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ക്രിയ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ക്രിയ വെർബ് ബച്ചോ കഠിനായിയോं से मत डरना കുട്ടികളെ നിങ്ങൾ ഡിഫിക്കൽട്ടിനെ പേടിക്കരുത് ഡർന അപ്പോൾ ഡർന എന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ നേരെ എഴുതാം ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് വെങ്കട് റോസ് ക്രിക്കറ്റ് ഖേൽത്താഹേ ഖേൽത്താഹേ എന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ നേരെ എഴുതുക അതാണ് അതിലെ വെർബ് എന്ന് പറയുന്നത് ക്രിയ എന്ന് പറയുന്നത് ഖേൽത്താഹേ
सॉरी रमैया तेजी से भागती है. इसमें क्या है? verb. What is the verb? ഭാഗത്തി ഹേ എന്ന് അണ്ടർലൈൻ ചെയ്യാതാണ് ക്രിയ. ദാദി ഓണം പർ മന്ദിർ ഗയി. ഗയീം എന്നുള്ളതാണ് അവിടെ verb. ഓക്കെ, लास्ट वन. नीचे लिखे वाक्यों को निषेधार्थक वाक्यों में बदलें. അതായത് കൺവേർട്ട് ഇൻ ടു നെഗറ്റീവ് സെൻറ്റൻസസ്. നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുക. ഇപ്പം എന്തെങ്കിലും ആണെന്ന് പറഞ്ഞ് അതിനെ എതിർക്കുക, ഇല്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. എനിക്ക് പേനയുണ്ട് എന്നുള്ള പോസിറ്റീവ് സെൻറ്റൻസിന് എനിക്ക് പേനയില്ല. ഒരു കുട്ടി അവൻ അലസനാണ് അല്ലേ, അവൻ അലസനല്ല. അപ്പം നെഹീം എന്ന് വരുന്നതിനാണ് ഏത് സെൻറ്റൻസിലാണോ നെഹീം എന്നോ മത്തെന്നോ നമ്മൾ വരുന്നത് ആ സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിനെയൊക്കെ നെഗറ്റീവ് ആക്കാൻ സിമ്പിളാണ്, എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. നീച്ചെ ലിഖേ വാക്യോं നിഷേധാർത്ഥക വാക്യം. നിഷേധാർത്ഥക വാക്യം മീൻസ് നെഗറ്റീവ് സെൻറ്റൻസസ്. നിഷേധിക്കുക, എന്താണോ പോസിറ്റീവായിട്ട് പറയുന്നത് അതിനെ നിഷേധിക്കുന്നതിനാണ് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ചോക്കുണ്ട്, ചോക്കില്ല. പേനയുണ്ട്, പേനയില്ല. അലസനാണ്, അലസനല്ല. അപ്പം നെഹീം എന്ന് ചേർക്കുന്നതാണ് നെഗറ്റീവ് സെൻറ്റൻസസ്. സിമ്പിളാണ്. അവിടെ ഒരു സെൻറ്റൻസ് തന്നാൽ അതിലെവിടെയെങ്കിലും നെഹീം ചേർത്ത് കൊടുത്താൽ പോരാ, ചേർത്ത് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കാം. മോഹൻ ആലസീഹേ. മോഹൻ അലസനാണ്, മടിയനാണ്. അതിന് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ അവിടെ നെഹീം ചേർത്ത് കൊടുക്കണം. മോഹൻ ആലസി नहीं है। वीर मुश्किलों का रोना रोते हैं। वीर मुश्किलों का रोना നെഹീം രോത്തെ ഹായ് ഉണ്ടോ. രോന കഴിഞ്ഞിട്ടാണ് നെഹീം എന്ന് ചേർക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക എഴുതിക്കോ. വീർ മുഷ്കിലോങ്ക രോന നെഹീം രോത്തെ ഹേ. വീർ वीर मुश्किलों को रोना नहीं, അപ്പോഴാണ് അവിടെ നെഗറ്റീവ് ആകുക. रोना नहीं रोते हैं. थर्ड वन, कायरों के चरणों में पर्वत झुकते हैं. കായർ ഭീരുക്കൾ, കൗവാഡ്. കൗവാഡ് കയറിൻ്റെ ചരൺ കാലുകളിൽ പർവ്വത് ചുക്തേഹേ, പർവ്വതം എന്ത് ചെയ്യും, പർവ്വതം കുനിയുന്ന്. അപ്പോൾ നെഹീം എന്നവിടെ ഇല്ലല്ലോ, അപ്പോൾ അതിന് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ പർവ്വത് നെഹീം ചുക്തേഹേ എന്ന് എഴുതാം. അപ്പം എങ്ങനെ എഴുതും? കായരോക്കെ ചരണോമേ പർവ്വത് നെഹീം ചുക്തേ ഹായ്. നെഹീം മനസ്സിലാവുന്നില്ലേ? ലാസ്റ്റ് വൺ, സഭി കാം കഠിൻ ഹേ. ഇപ്പം എങ്ങനെ എഴുതണം? സഭി കാം കഠിൻ നെഹി ഹേ. ഒന്നുകൂടെ വായിക്കാം. മോഹൻ ആലസി ഹേ. നെഗറ്റീവ് സെൻറ്റൻസസിലേക്ക് മാറ്റുമ്പോൾ മോഹൻ ആലസി നെഹി ഹേ. വീർ മുഷ്കിലോं का रोना रोते हैं. അത് പോസിറ്റീവ്, അതിനെ നെഗറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ വീർ മുഷ്കിലോं का रोना നെഹീം രോത്തെ ഹൈ, അതാണ് നിഷേധിക്കുക, നിഷേധാർത്ഥക സെൻറ്റൻസ്. കായരോं के चरणों में पर्वत झुकते हैं. कायरों के चरणों में पर्वत നെഹീം झुकते हैं. सभी काम कठिन है. सभी काम कठिन नहीं है. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓൾ ഓഫ് യു ഷുഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ഫസ്റ്റ് വേർഡ് മീനിങ്, ദെൻ മൗഖിക, ലിഖിത. പോയം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. ലേൺ ദ പോയം ആൻഡ് കംപ്ലീറ്റ് ദ ലൈൻസ് എന്നുള്ളത് നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. നെക്സ്റ്റ് വ്യാകരൺ ബോധ് ഫസ്റ്റ്. ശബ്ദോं के विलोम लिखे ഓപ്പോസിറ്റ് യു ഷുഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. Then choose the correct synonyms and write
ആൻഡ് അണ്ടർലൈൻ ദ വേർബ്സ് ആൻഡ് ഗിവൺ സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് അത് എഴുതണം. ആൻഡ് ലാസ്റ്റ് വൺ നെഗറ്റീവ് സെൻറ്റൻസസ്. ഇത്രയും നിങ്ങൾ നോട്ട്ബുക്കിൽ വൃത്തിയായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക ഗ്രൂപ്പിൽ. പിന്നെ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് വേർഡ് മീനിങ്സും മൗഖികവും ആയിരിക്കും. അത് നല്ല വൃത്തിയായിട്ട് തന്നെ മൗഖികവും ലിഖിതും അത്രയും പഠിക്കുക. അതിന് ശേഷം മറ്റേത്, അങ്ങനെ 2 വിധാക്കിയിട്ട് ടെസ്റ്റ് പേപ്പർ നടത്താം. എല്ലാവരും ടെസ്റ്റ് പേപ്പർ സത്യസന്ധമായിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ടുഡേ ദാറ്റ്സ് ഇനഫ്. The rest in next class. Okay, thank you. See you next class. Bye.